ഈവനിംഗ് സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് മന്ത്രി കെ എം മാണി പറയുന്നത് ബഡായി മാത്രമാണെന്ന് ആര്യാടൻ മുഹമ്മദ്. KSEBയും KSRTCയും വരുത്തിവെച്ച അധിക ബാധ്യതയാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമാക്കിയതെന്ന് കെ എം മാണി. രണ്ടു മന്ത്രിമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായപ്പോൾ പുറത്തു വന്നത് ഒരു പരമസത്യമല്ലേ? ആദ്യം പ്രധാന വാർത്തകളിലെ കേരളത്തിന്റെ ധനസ്ഥിതിയെ ചൊല്ലി മാണിയും ആര്യാടനും തമ്മിൽ വാക്പോര്. ബഡായിയൊക്കെ ചിലരൊക്കെ പറയും, ഞാൻ ആരാണ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ സംഗതി മോശമാണ്. ഇലക്ട്രിസിറ്റി ബോർഡ്, KSRTC എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യത കെടുകാര്യസ്ഥത കൊണ്ടുണ്ടാകുന്നതാണ്. ആ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അബ്ദുൽ നാസർ മാദനിയുടെ ജാമ്യകാര്യത്തിൽ കർണാടക സർക്കാരിന് ഇടപെടാനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി KJ ജോർജ്. സർക്കാർ മാറുന്നതനുസരിച്ച് നിലപാട് തിരുത്താനാകില്ല. BJP സർക്കാരിനേക്കാൾ മോശമായാണ് കോൺഗ്രസ് സർക്കാർ പെരുമാറുന്നതെന്ന് മദനി. കർണാടകയിൽ പോലീസ് രാജെന്നും അബ്ദുൽ നാസർ മാദനി. കോഴിക്കോട്ട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ അനാഥാലയത്തിലെ അധികൃതർ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതായി പരാതി. ബന്ധുക്കളെ അനുമതിയോടെയാണ് വിവാഹം നടത്തിയതെന്ന് അധികൃതരുടെ മറുപടി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അയോധ്യ യാത്ര തടഞ്ഞു. ആഭ്യന്തര സുരക്ഷ മുൻനിർത്തി അശോക് സിംഗൾ ഉൾപ്പെടെയുള്ള മുതിർന്ന VHP നേതാക്കളെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. അയോധ്യയിൽ നിരോധനാജ്ഞ. സിറിയക്കെതിരായ സൈനിക നീക്കം ശക്തമാക്കാൻ അമേരിക്കയുടെ നീക്കം. ആക്രമിച്ചാൽ പശ്ചിമേഷ്യ കത്തുമെന്ന സിറിയയുടെ മുന്നറിയിപ്പ്. ബരാക് ഒബാമ ഉന്നത സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. UN അന്വേഷണ സംഘത്തോട് സിറിയ സഹകരിക്കണമെന്ന് ഇറാൻ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ട്. പ്രതിസന്ധി കണക്കിലെടുത്ത് ഓണം പ്രമാണിച്ച് ഓഗസ്റ്റിലെ 2 ശമ്പളം ഇത്തവണയില്ല. പ്രശ്നപരിഹാരത്തിനായി 1100 കോടി രൂപ കടപ്പത്രങ്ങളിലൂടെ സമാഹരിക്കും. അതേസമയം സംസ്ഥാനത്ത് സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയുന്നത് ആശങ്കജനകമാണെന്നും സാമ്പത്തിക നില ഭദ്രമാണെന്ന് ചിലർ ബഡായി അടിക്കുകയാണെന്നും മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. നികുതി വരവിൽ ഗണ്യമായ കുറവുണ്ടായതാണ് കേരളത്തിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ വരവ് കുറഞ്ഞതിനോടൊപ്പം കാർഷിക മേഖലയിലും ടൂറിസം രംഗത്തുമുണ്ടായ തിരിച്ചടികളും പ്രശ്നം സങ്കീർണമാക്കി. സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും വ്യവസായ മേഖലയും മുക്തമല്ല. രൂപയുടെ മൂല്യത്തകർച്ച കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായകരമാണെങ്കിലും കാര്യങ്ങൾ ശുഭകരമല്ലെന്നാണ് വിലയിരുത്തൽ. ഓണക്കാലത്ത് പെൻഷനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാൻ 4800 കോടി രൂപയുടെ അധിക ചെലവാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. പ്രതിസന്ധി മറികടക്കാൻ കടപ്പത്രമിറക്കി ധനസമാഹരണം നടത്താനാണ് സർക്കാരിന്റെ ശ്രമം. 1100 കോടി രൂപ റിസർവ് ബാങ്ക് വഴി ഇത്തരത്തിൽ സമാഹരിക്കും. എല്ലാ മാസവും ശരാശരി 600 കോടി രൂപ വരെയാണ് ഇത്തരത്തിൽ സമാഹരിച്ചിരുന്നത്. ഒരു സാമ്പത്തിക വർഷം 12000 കോടി രൂപ കടപ്പത്ര വിതരണം വഴി കണ്ടെത്താൻ അനുമതിയുള്ളതിൽ 6500 കോടി രൂപ ഇതിനോടകം കടമെടുത്തിട്ടുണ്ട്. നിലവിലെ സ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില സംബന്ധിച്ച് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പരസ്യ നിലപാടെടുത്തത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഓണം മാസത്തിന്റെ 2ാം പകുതിയിൽ എത്തുകയാണെങ്കിൽ മാത്രമാണ് 2 ശമ്പളം നൽകുന്ന പതിവുള്ളതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സെപ്റ്റംബർ 16-നാണ് തിരുവോണം. ഉത്സവാനുകൂല്യം നൽകുന്നതിന് പുറമെ സെപ്റ്റംബർ മാസത്തിലെ ശമ്പളത്തിന്റെ 25% ഓണത്തിന് മുൻപ് നൽകാനാണ് തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നിട്ടില്ലെന്ന് KM മാണി. KSRTCയുടെയും KSEBയുടെയും അധിക ബാധ്യത ഏറ്റെടുക്കുന്നതാണ് സർക്കാരിന് ബാധ്യതയാവുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡ്, KSRTC എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യത കെടുകാര്യസ്ഥത കൊണ്ടുണ്ടാകുന്നതാണ്. ആ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ നമ്മൾ വിഭാവന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തുക ഇങ്ങനെ KSRTCക്കൊക്കെ കൊടുക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടൊന്നും തകരാറൊന്നും വന്നിട്ടില്ല. എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി? ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷൻ ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി മുൻ ധനമന്ത്രി CPIMന്റെ ഡോക്ടർ TM തോമസ് ഐസക് മലപ്പുറത്ത് നിന്നും തത്സമയം, കേരള സർവകലാശാല സാമ്പത്തിക വിഭാഗം മുൻ മേധാവി BA പ്രകാശ് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന്, ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ കൊച്ചി ബ്യൂറോ ചീഫ് ജോർജ് ജോസഫ് കൊച്ചിയിൽ നിന്നും തത്സമയം, ഒപ്പം തന്നെ വൈദ്യുതി ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദിനെയും സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ശ്രീ CP ജോണിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ TM തോമസ് ഐസക്, ഓരോ ഉത്സവ സീസണിലും ഇതുപോലെ സംസ്ഥാന സർക്കാർ കടപ്പത്രം ഇറക്കി 1100 കോടി രൂപയുടെ കടപ്പത്രത്തിലൂടെയാണ് ഇപ്പോൾ
ധനസമാഹരണം നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വെയ്സ് ആൻഡ് മീൻസിന് വേണ്ടി ഈ രീതിയിൽ കടപ്പത്രമിറക്കി ധനം സമ്പാദിക്കുന്ന രീതി സത്യത്തിൽ നമ്മുടെ മോശം സാമ്പത്തികാവസ്ഥയുടെ ഭാഗമല്ലേ? അത് തെളിയിക്കുന്നതല്ലേ? ഓണത്തിന് എല്ലാ വർഷവും ഇതുപോലെ കടപ്പത്രമിറക്കി പണം സമാഹരിക്കാറുണ്ട്. കാരണം നമുക്ക് 10,500 കോടി രൂപ. ഡോക്ടർ തോമസ് ഐസക്, ക്ഷമിക്കണം, എനിക്ക് താങ്കളെ കേൾക്കാൻ കഴിയുന്നില്ല. എല്ലാ വർഷവും ഇതുപോലെ ഓണക്കാലത്ത് അല്ലെങ്കിൽ ധനകാര്യ വർഷത്തിൻ്റെ അവസാന സമയത്ത് കടപ്പത്രം ഇറക്കി പണം സമാഹരിക്കുന്നുണ്ട്. അപ്പം അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമുക്ക് ഒരു വർഷം ഈ ഒരു വർഷത്തിൽ 10,500 കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിനി 4,100 കോടി രൂപയെ ബാക്കിയുള്ളൂ. ഇതാണ് പ്രശ്നം. അതിലെ 1,100 ഈ ഓണത്തിനെടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ധനകാര്യ വർഷം പകുതി കിടക്കുകയല്ലേ. മാർച്ച് മാസം കടന്നു പോകണമെങ്കിൽ എത്ര വേണം? ശ്രീ തോമസ് ഐസക്, താങ്കൾ ധനമന്ത്രിയായിരുന്ന ഇപ്പോൾ RBIയുടെ വെയ്സ് ആൻഡ് മീൻസ് ലോണിൽ നിന്നും നമുക്ക് കടമെടുക്കുന്നതിന് നിശ്ചിതമായ ഒരു ക്യാപ്പ് ഉണ്ട്, 12,000 കോടി രൂപ എന്നത്. താങ്കൾ ധനമന്ത്രിയായിരുന്ന സമയത്ത് 2008-2009 ഇതിനേക്കാൾ എത്രയോ അധികം കടക്കുകയുണ്ടായി. 66,000 കോടിക്കടുത്ത് അത് എത്തുകയുണ്ടായി. ഈ സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ പ്രതിസന്ധിയിലാണോ നമ്മൾ? നോക്കൂ, വെയ്സ് ആൻഡ് മീൻസ് നമുക്ക് 600-700 കോടി രൂപയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്ക് കേന്ദ്ര സർക്കാർ 10,500 കോടി രൂപയാണ് വായ്പ എടുക്കാൻ ഈ വർഷം അനുവാദം നൽകിയിട്ടുള്ളത്. അതിൽ ഇനിയിപ്പോൾ 4,100 കോടിയേ ഉള്ളു ബാക്കി. 6 മാസം ബാക്കിയുണ്ട്. ഇവിടെയാണ് ധനപ്രതിസന്ധിയുടെ മർമ്മം കിടക്കുന്നത്. അഭൂതപൂർവമായ വർധനവ് നമ്മുടെ റവന്യൂ വരുമാനത്തിൽ വരുന്നില്ലെങ്കിൽ ഈ വർഷം സംസ്ഥാനം ഓവർഡ്രാഫ്റ്റിലേക്ക് പോകും. സംശയം വേണ്ട, ഒരുപക്ഷെ ട്രഷറി പൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. സാധാരണ റിസർവ് ബാങ്ക് മടങ്ങിയെത്താൻ താങ്കളിലേക്ക് സാങ്കേതിക തകരാർ ഉണ്ട്. ശ്രീ ബി എ പ്രകാശ്, ഇന്ന് മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദും KM മാണിയും നടത്തിയ വാക്പോര് യഥാർത്ഥത്തിൽ പുതിയ വല്ല ഭീഷണിയെയും മുൻനിർത്തിയാണോ? കാരണം കഴിഞ്ഞ 10-15 വർഷമായി കേരളം ഏറെക്കുറെ സമാനമായ റവന്യൂ കമ്മി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ വാക്പോരിന് പിന്നിൽ പുതിയ വല്ല സാമ്പത്തിക ഭീഷണിയും ഉണ്ടോ? അതായത് ഇവിടെ കേരളത്തിൻ്റെ ഈ ധനസ്ഥിതി മെച്ചമാക്കുക എന്നുള്ളതിന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും മുന്തിയ ഒരു പരിഗണന കൊടുക്കാറില്ല. അവർ ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കൂടുതലും നമ്മുടെ ഈ ധനസ്ഥിതിയും ധനകാര്യ മാനേജ്മെൻറ്റിനെ അവർ കാണുന്നത്. ഇപ്പോൾ 2001 ഉള്ള ധവളപത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളം ധനരംഗത്ത് തകർന്ന് തരിപ്പണമായ ഒരു ചിത്രം നമുക്ക് കാണാം. 2011 ഒരു ധവളപത്രം നോക്കിക്കഴിഞ്ഞാലും കാര്യങ്ങൾ ഒട്ടും മോശമല്ല. ഈ കേരളത്തിൻ്റെ ഈ ധനസ്ഥിതിയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തരത്തിലുള്ള ചെലവുകളാണ്. അതായത് വർദ്ധിച്ചു വരുന്ന ജീവനക്കാരുടെ ശമ്പളം, സ്വകാര്യ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, പലിശ. അപ്പോൾ ഈ 4 മേഖലകളിലും നിയന്ത്രണം കൊണ്ടുവരാതെ നമ്മുടെ ധനസ്ഥിതി മെച്ചമാക്കാനൊക്കില്ല. അതിന് നമ്മുടെ ഇവിടെയുള്ള ഭരണപക്ഷക്കാരായാലും പ്രതിപക്ഷവും ഈ തരത്തിലുള്ള കഠിനമായ നടപടികൾ എടുക്കാനായിട്ട് പ്രിപ്പയർഡ് അല്ല. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, താങ്കൾ ധവളപത്രം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന TM തോമസ് ഐസക്കിനെതിരെ KM മാണി കൊണ്ടുവന്ന ധവളപത്രത്തെ കുറിച്ചാണോ? അതായത് ഈ 2001 ധവളപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ നിയമിച്ച ധവളപത്രം ഒന്ന്. 2001 ധവളപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള ധനസ്ഥിതിയെ പറ്റി വിശദീകരിക്കുന്ന ഒരു ധവളപത്രം. ഞാനീ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഈ കേരളത്തിൽ ഫൈനാൻസ് കാണുന്നത് എന്താണെന്നറിയാം. അതായത് സർക്കാർ പ്രസ്സിൽ പണം അടിക്കുന്നു, ആ പണം ഇങ്ങോട്ട് ഞങ്ങൾക്ക് തന്നൂടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഈ ധനപ്രശ്നത്തിനെ പൊതുവിൽ ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു വരാം. ശ്രീ ജോർജ് ജോസഫ്, ശ്രീ TM തോമസ് ഐസക് ഇവിടെ പറഞ്ഞു അഭൂതപൂർവമായ വരുമാനം കേരളത്തിന് ഉണ്ടാകണം, അതല്ലെങ്കിൽ നമ്മുടെ ട്രഷറി അടച്ചിടേണ്ടി വരുന്ന ഗുരുതരമായ അവസ്ഥ ഉണ്ടാകുമെന്ന്.
നമുക്ക് വരുമാനം കിട്ടാനുള്ള മാർഗം, ഉദാഹരണത്തിന് ബിവറേജസ് കോർപ്പറേഷൻ വഴി സെയിൽ ടാക്സിന്റെ കളക്ഷൻ ഓൺലൈൻ ആയ ശേഷം വലിയ രീതിയിൽ അതൊരു വരുമാന സ്രോതസ്സാണ്. ലോട്ടറി വഴി ഇങ്ങനെയെല്ലാം വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നിരിക്കെ നേരത്തെ KM മാണി ആര്യാടൻ നൽകിയ മറുപടിയിൽ പറഞ്ഞതുപോലെ KSRTCയും KSEBയും ഉണ്ടാക്കുന്ന അധിക ബാധ്യത തന്നെയല്ലേ സത്യത്തിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ വെല്ലുവിളിച്ചു നിൽക്കുന്നത്? അല്ല, ഒരു പരിധിവരെ ഇതിനകത്തൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു മാനം, അതായത് ഇവർ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം ഇതിൽ വ്യക്തമാവുകയാണ്. വാസ്തവത്തിൽ സംസ്ഥാനത്തെ ധനസ്ഥിതി നമ്മൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ വളരെ വലിയൊരു ആശങ്കാജനകമായ സ്ഥിതിവിശേഷം നമുക്ക് മുന്നിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നൊരു പ്രശ്നം, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ കടമെടുക്കുന്നത്? ഏതായാലും സാമാന്യ യുക്തിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ കടമെടുക്കുന്നത് അത് വ്യക്തിയായാലും സ്ഥാപനമായാലും രാഷ്ട്രമായാലും തീർച്ചയായിട്ടും സാമ്പത്തിക രംഗത്തിന് അത് ഗുണകരമല്ല. ഇവിടെ നമ്മൾ കടമെടുക്കുന്നത് ഇപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ള ശമ്പള ചെലവുകളും പെൻഷൻ ചെലവുകളും മറ്റും മീറ്റ് ചെയ്യുന്നതിനാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ സാമ്പത്തിക വരുമാനത്തിൻ്റെ ഗണ്യമായ പങ്ക്, അതായത് 70% പോകുന്നത് ഇത്തരത്തിലുള്ള ചെലവുകൾക്കാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ കടമെടുത്തുകൊണ്ട് നമ്മൾ താൽക്കാലികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അതിവിദൂര ഭാവിയിലല്ലെങ്കിലും സംസ്ഥാനത്തെ അത് ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവരും. ഇത്തരം ഫെസ്റ്റിവൽ സീസണുകളിൽ കടമെടുത്തുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രശ്നത്തെ ഡീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വ്യക്തിയുടെ ക്രയശേഷിയെ വർദ്ധിപ്പിക്കുക എന്നതാണല്ലോ അതിന് പിന്നിലുള്ള ഉദ്ദേശം. സ്വാഭാവികമായി വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അതുവഴി പണം തിരിച്ചു പിടിക്കാൻ കഴിയുക. കഴിഞ്ഞ വർഷം തന്നെ 544 കോടി രൂപ ഇറക്കിയതിൽ 1300 കോടിയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതല്ലാതെ മറ്റ് ഏത് രീതിയിലാണ് നമ്മുടെ ഒരു റവന്യൂ ജനറേഷൻ സാധ്യമാവുക? അല്ല, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നം, ഇത് തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് വിപണിയിലേക്ക് തന്നെ വരും. തീർച്ചയായിട്ടും ഡിമാൻഡ് ഡിറൈവ് ചെയ്യുന്നതിന്, ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആത്യന്തികമായി ഈ എംപ്ലോയ്മെൻറ്റ് ജനറേഷനോ അല്ലെങ്കിൽ വീണ്ടും ഒരു ധനത്തിൻ്റെ പുനർസൃഷ്ടിയോ ഇവിടെ നടക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലും കൂടുതൽ തൊഴിലാളികളെ, തൊഴിൽ ചെയ്യാൻ കഴിവുള്ള ആളുകളെ എംപ്ലോയ് എന്ന വിധത്തിലേക്ക് നമ്മൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. മറിച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ ആദ്യമായ കാര്യങ്ങളിൽ ഇത് ഒതുങ്ങി നിൽക്കുന്നു. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മളിപ്പോൾ നേരിടുന്ന രൂപയുടെ ക്രൈസിസ്. ഈ രൂപയുടെ ക്രൈസിസ് ഏറ്റവും കൂടുതൽ അത് രൂക്ഷമാവുമ്പോൾ അത് ബാധിക്കാൻ പോകുന്നത് കേരളത്തെയാണ്. കാരണം അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന, നമുക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് തിക്ത അനുഭവമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ വരുമാനം വർദ്ധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലേക്ക് വരുന്ന ഡിമാൻഡിൽ കുറവ് വരും. അങ്ങനെ മാർക്കറ്റ് ശുഷ്കമാവുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം കുറയുക എന്നതാണ്. നേരത്തെ ഗോപികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ബിവറേജസ് കോർപ്പറേഷൻ, പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ നികുതി, മറ്റ് സാധനങ്ങളുടെ നികുതി, അതുപോലെ തന്നെ സ്വർണത്തിലുള്ള നികുതി, ഇങ്ങനെ കൊമേഴ്സ്യൽ ടാക്സസിനെ ആശ്രയിച്ച് നീങ്ങുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ചുരുങ്ങുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നത് അതീവ ഗുരുതരമായ